ഇപ്പോൾ നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങി പോകണം കേട്ടോ. അപ്പം മഴ പെയ്തതിനോട് തന്നെ കുറച്ച് മൂടലായിട്ടുണ്ട്. ഇവിടെ വെളിച്ചവും കാര്യം കുറച്ച് കുറവാണ്, എന്നാലും അടിപൊളി സ്ഥലം തന്നെ കേട്ടോ. ഇങ്ങനൊരു ഫോറസ്റ്റിലേക്ക് കയറാനുള്ള അനുവാദം കിട്ടും, ഇങ്ങനൊരു യാത്രയുണ്ട് എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു കേട്ടോ. നമ്മൾ ഫാമിലി ആയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഫോറസ്റ്റിൻ്റെ അനുവാദത്തോടു കൂടെ തന്നെ നമ്മൾ കാട്ടിലേക്ക് പ്രവേശിക്കുന്നത്. പഴശ്ശി ഇവിടെ താമസിച്ചിരുന്നുവെന്നും ആ ഗുഹയും കാര്യങ്ങളും കാടൊക്കെ കണ്ടിട്ട് നമ്മളിപ്പോൾ ഒരു യാത്ര പോവുകയാണ്. ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടോ ഇതുപോലെയുള്ള നടവഴി മാത്രമേ ഉള്ളൂ. ഇത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഗൈഡ് പറഞ്ഞു തരും. ഇപ്പോൾ നമ്മുടെ കൂടെ ഗൈഡുണ്ട്, ഗൈഡില്ലാതെയും അതുപോലെ തന്നെ സ്വന്തമായിട്ടും ഇങ്ങനെ ഒരു യാത്ര ചെയ്യരുത് കേട്ടോ. കാരണം അനുവാദമില്ലാതെ യാത്ര ഫോറസ്റ്റിലേക്ക് ചെയ്താലുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഫോറസ്റ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പരിചയമില്ലാത്ത ഒരുപാട് ചെടികളും പൂക്കളും ഒക്കെ നമ്മൾ കാണാം. ഒന്നും പറിക്കാൻ മണക്കൊന്നും ചെയ്യരുത്. ഫെൻസിങ് ആണ്. ഇപ്പോൾ ഈ വഴിക്ക് ആനയില്ല. കാടിനെയും കാട്ടുചെടികളെയൊക്കെ പരിചയപ്പെടുത്തി നമ്മുടെ ഒപ്പം തന്നെ ഗൈഡ് ഉണ്ടാകും. ഈ യാത്രയുടെ കൂടുതൽ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വെൽക്കം ടു പഴശ്ശി ഗുഹ. ഈ പഴശ്ശി കേവാണ് അന്നത്തെ കാലത്ത് 1800 കാലഘട്ടത്തിൽ പഴശ്ശി രാജാവിന് വേണ്ടി ഇവിടെയുള്ള അന്നത്തെ വിഭാഗക്കാർ ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്ന കേവ്. മാൻമെയ്ഡ് കേവാണ്. നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ കക്കാടംപൊയിൽ പഴശ്ശി രാജാവ് ഇങ്ങനെ ഒരു ഗുഹയിൽ ഒളിത്താവളമായി ഉപയോഗിച്ചിരുന്നെന്നും ഇവിടെ താമസിച്ചിരുന്നെന്നും എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് തന്നെ ഇങ്ങനെ ഒരു ഗുഹ ഉണ്ടോ എന്നുള്ളതൊക്കെ അറിയാമായിരുന്നെങ്കിലും ഇവിടേക്ക് എങ്ങനെ യാത്ര എന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ കോഴിപ്പാറ എത്തിയപ്പോഴാണ് ഇവിടേക്ക് യാത്ര ചെയ്യാൻ വനം വകുപ്പ് തന്നെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞത്. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നമ്മളിവിടെ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൽ നിന്നാണ് ടിക്കറ്റ് കൗണ്ടർ, അവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് കൊടുക്കുന്നത്. കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് മാത്രമാണെങ്കിൽ 40 രൂപയാണ് നമ്മൾ ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത്. മഴക്കാലത്ത് അവിടെ വെള്ളത്തിലിറക്കാൻ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഈ പാക്കേജ് എന്ന് പറയുമ്പോൾ ഇത് 1500 രൂപ ഒരു ട്രിപ്പിന്റെ ചാർജ് ആയിട്ട് വരും. അതായത് ഒരു വെഹിക്കിൾ ചാർജ്, ഒരു ടീമിന് വരുന്ന വെഹിക്കിൾ ചാർജ് പ്ലസ് വെഹിക്കിൾ ഗൈഡ് ഒക്കെ കൂടെ വരുന്ന ചാർജ് പ്ലസ് 150 രൂപ പെർ ഹെഡ് പാസ് സെപ്പറേറ്റ് വരും. അതായത് ഇപ്പൊ മുതിർന്നവർ ഒരു 4 പേരാണെങ്കിൽ 450 പാസ് ഒരു 1500 രൂപ. 2 പേരെ ഉള്ളെങ്കിൽ അതുപോലെ 250 1500. അപ്പൊ അങ്ങനെ നമുക്കൊരു ലീഗൽ കപ്പാസിറ്റി ഉണ്ട്. 6 പേരാണ് ലീഗൽ കപ്പാസിറ്റി വരുന്നത്. അപ്പൊ അതിനോടനുബന്ധിച്ച് ഇപ്പൊ 1-2 ആളോ ആണെങ്കിൽ നമുക്ക്, കുട്ടികളാണെങ്കിൽ അവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. പക്ഷെ ആ ലീഗൽ കപ്പാസിറ്റി നിന്നുകൊണ്ട് നമ്മൾ കാടിനുള്ളിലേക്ക് പോകാനുള്ള അനുമതി ഉണ്ട്. നമ്മൾ ഇവിടുന്ന് കോഴിപ്പാറയിൽ നിന്ന് ഗൈഡോട് കൂടി കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അപ്പൊ പ്രകൃതിയോട് അത്ര താല്പര്യമുള്ള ആൾക്കാരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ വലിയ ഉൾക്കാട്ടിലേക്കൊന്നും പോകുന്നതല്ല, സാമാന്യം നല്ല ഏകദേശം ഒരു 6 കിലോമീറ്ററോട് അടുപ്പിച്ച് നമുക്ക് യാത്രയുണ്ട്. ആ യാത്ര ചെയ്ത് വന്നൊരു 300-400 മീറ്ററോളം കാടിനുള്ളിലേക്ക് നടന്ന് പഴശ്ശിരാജാവിന് വേണ്ടി അന്നത്തെ ആൾക്കാർ വെട്ടിയുണ്ടാക്കിയ ഗുഹയും കാര്യങ്ങളൊക്കെ നടന്ന് കണ്ട് എൻജോയ് ചെയ്ത് പോകാവുന്നതാണ്. നമുക്ക് പ്രായമുള്ളവർ, ഉമ്മമാരൊക്കെ കൂട്ടിയിട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഇട്ടത്. എൻ്റെ ഉമ്മയുടെ കൂടുതൽ അതുപോലെ തന്നെ ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല, എന്നാൽ കാടൊക്കെ ആസ്വദിച്ച് ഈ ഒരു ഗുഹ കാണാവുന്നതുമാണ്. കാടിൻ്റെ പരിമിതികൾക്കനുസരിച്ച് കുറഞ്ഞ ആളുകളെ ഇവിടെ ട്രക്ക് ചെയ്ത് കൊണ്ടുവരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്യേണ്ടതുണ്ട്. ബുക്കിംഗ് നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അതനുസരിച്ച് നിങ്ങൾക്ക് വിളിച്ച് നിങ്ങളുടെ ഡേറ്റൊക്കെ കൺഫേം ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള